കാസർഗോഡ് ആത്മഹത്യ ചെയ്ത കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ. ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന ആശാലതയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ആശാലത സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ടടക്കം കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായുള്ള വെളിപ്പെടുത്തലും വിവരങ്ങളുമാണ് പുറത്തുവരുന്നത്. കളക്ടറേറ്റിലെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ നിന്ന് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയ ശേഷം മാനസിക സമ്മർദ്ദം ഉള്ളതായും ഓഫീസിൽ ഒറ്റപ്പെടുത്തലുള്ളതായും ആശാലത സൂചിപ്പിച്ചിരുന്നതായി ഭർത്താവ് അജയൻ പറഞ്ഞു. അവിടെ ഓഫീസിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞു, പറ്റുന്നില്ലെങ്കിൽ ജോലി രാജിവെച്ചോ പറഞ്ഞു. അത് ഞാൻ ഈ സംഭവിക്കുന്നതിന് 2 ആഴ്ച മുന്നേ ഫോൺ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ശനിയാഴ്ച രാവിലെ ഞാൻ എത്തിയപ്പോൾ ICUയിൽ പോയി കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോഴും അവളെ തന്നെ പറഞ്ഞു, എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്, അതന്നെ പറഞ്ഞത്. ഓഫീസിൽ പ്രശ്നങ്ങളുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. പെട്ടെന്ന് ഒരു എടുത്തു ചാടിയിട്ട് ചെയ്യുന്നവളല്ല. ചിലപ്പോൾ മുന്നേ അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ ഡിപ്രഷനിലായിട്ട് അങ്ങനെ ചെയ്തതാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്താ റീസൺ എന്നുള്ളത് അത് നമുക്ക് അറിയണമെന്നുണ്ട്. ഇത് മാറ്റുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുറച്ചാളെ മെയിൻ നോട്ടപ്പുള്ളിയായിട്ട് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടെ മാറ്റമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അത് എൻ്റെ സെൽഫാൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറച്ച് ഡിപ്രഷനിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പ്രശ്നങ്ങളുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലെന്നും വെളിപ്പെടുത്തുന്ന ആശാലതയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ജൂലൈ 18 ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത്. ഞാൻ അഭിപ്രായം പറയാനൊന്നുമല്ല, പിന്നെ നിങ്ങൾ തീരുമാനിക്കുകയും എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നത്തിലാന്നുള്ളത്, കുറച്ച് ടെൻഷനെല്ലാം ഉണ്ട്, ഓഫീസിലത്തെ കാര്യവും വീട്ടിലത്തെ കാര്യം എല്ലാം ആയിട്ട്. അതുകൊണ്ട് എനിക്കെന്തോ അതിൽ ചർച്ച ചെയ്യാനുള്ള അത്ര മൂഡ് വന്നിട്ട് അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ആയിക്കോട്ടെ, നാളെ സൺഡേ അല്ലേ, നാളെ നോക്കാം. എനിക്ക് നല്ലോണം കഴിയുന്നില്ല മനസ്സിനും ശരീരത്തിനും, അതുകൊണ്ടാണ് ഞാനൊന്നിനും കൂടാത്തത്. പിന്നെ രാത്രി വന്നിട്ട് രാത്രിത്തെ പണിയേനോ വീട്ടിലത്തെ പണിയും ഹോംവർക്ക് ചെയ്യിപ്പിക്കൽ അതും ഇതുമായിട്ട് അറിയാലോ, വീട്ടിലത്തെ പണി എത്ര ഉണ്ടെന്ന്. അതിൻ്റെ അവനെ ഉറങ്ങാനായി. അങ്ങനെ കുറച്ച് എൻ്റെ പണിയെടുക്കും, അതുകൊണ്ടാണ്. പിന്നെ ഒന്നും വിചാരിക്കണ്ട, ഓക്കെ, ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. ഇതുവരെ ഉണ്ടായ പോലെ തന്നെ ഇനിയും ഉണ്ടാവും. ആശാലതയുടെ മരണത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM അന്വേഷണം നടത്തുന്നുണ്ട്. വിദ്യാനഗർ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.